ദേവി, നിന്നോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തവണെങ്കിലും എന്നെ എങ്ങനെയെങ്കിലും SLC പാസ്സാക്കിക്കണം. എനിക്ക് എൻ്റെ കൂട്ടിൻ്റെ മുഖത്ത് പോകാൻ എനിക്ക് പറ്റില്ല. ഒരു നല്ല ചാൻസാണ് എനിക്ക് നഷ്ടപ്പെടുന്നത്. ദേവി, എങ്ങനെയെങ്കിലും എന്നെ കാണണം, എന്നെ ജയിപ്പിക്കണം. ദേവി, എന്നെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. ദേവി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തോപ്പിച്ചേരണേ. ഇക്കൊല്ലം SLC പരീക്ഷയിൽ എന്നെ 8 നിലയെ പൊട്ടിക്കണേ. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചേരണേ. ചേട്ടൻ പ്രാർത്ഥിക്കും. ദേവി, അതേമാതിരി ആക്കരുത് ദേവി, എങ്ങനെ ജയിപ്പിക്കണോ. ദേവിക്ക് ആ ചെക്കൻ പോയത് ഇതെന്താ? ആ ചെക്കൻ അങ്ങനെ പറഞ്ഞു പോയത്? നീയിപ്പോ ഇവിടെ തിരിച്ചു പറഞ്ഞാലേ ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യ്, നീ സംസാരിക്കും. നീ ദേവിയായിട്ട് കാര്യങ്ങൾ പറയും. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ ആ ചെക്കനോട്. എന്താന്ന് അറിയില്ലോ. ദേവി ഇതാ വരുന്നു. വരാടാ, ഇതാ അവിടെ ഒന്നിക്ക്. എന്താ പേര് നിന്റെ? ജീമുദൻ. ജീമുടാ? ജീമുദൻ. ജീമുദൻ. എന്താ നീ എന്തിനാ പഠിക്കുന്നത്? ഞാൻ SSLC. അതെ. എന്താ നീ ഇപ്പൊ അവിടെ നിന്നിട്ട് തോക്കാൻ പ്രാർത്ഥിച്ചത്? ഞാൻ ചേട്ടനോടല്ലോ, ഞാൻ ദേവിനോടല്ലേ പറഞ്ഞേ. എന്താട്ടാ കുട്ടി നീ ചാടി കളിക്കണത്? ഞാൻ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, നീ തോക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ചോദിച്ചാണ്. ചേട്ടന് SSLC? ഞാൻ SLC എഴുതിയിരിക്കുകയാണ് ഇപ്പോ. ഓ, എന്റെ ചേട്ടാ അതിന് പ്രാർത്ഥിക്കാനൊന്നും നിൽക്കണ്ട, ജയിച്ചു എന്ന് കരുതിയാ മതി. എന്നാ പിന്നെ എന്തിനാ പരീക്ഷ അങ്ങനെ കരുതിയാ പോലെ? എന്താ ഇത്ര ലേറ്റ് ആയത്? 9 മണിയല്ലായിട്ടുള്ളോ? അതല്ല, പരീക്ഷ എഴുതാൻ എത്ര ലേറ്റ് ആയിരുന്നു? പ്രായം കുറെ ആയല്ലോ. അത് ഒന്നും പറയണ്ട. ഞാൻ 8ാം ക്ലാസ് വരെയൊക്കെ ഞാൻ പഠിച്ചു. പിന്നെ പഠിപ്പ് നിർത്തിയിട്ട് കൂലിപ്പണിക്കൊക്കെ പോയി. പിന്നെ ആഗ്രഹം തോന്നിയപ്പോ 1-2 തവണ എഴുതി, ഞാൻ കിട്ടിയില്ല. അപ്പൊ അമ്മ തോപ്പിക്കൊക്കെ ചെയ്യില്ലേ? ഓ, ഇപ്പഴാ സമാധാനായത്. എന്താ തോക്കാൻ എനിക്ക് ഇത്ര ആഗ്രഹം? ആരെങ്കിലും വഴിപാട് കയറുന്നുണ്ട് അതെനിക്ക്? എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അച്ഛനെ KSEBിൽ മസ്തൂറാണ്. പോരാത്തതിന് 2 അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുക. അച്ഛൻ ഈ അടുത്ത് അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ എന്നെ പോസ്റ്റിൽ കയറ്റിവിടല്ലോ. പക്ഷെ എനിക്ക് ആ പോസ്റ്റിൽ കയറണമെങ്കിൽ SLC തോക്കണം. അതിനാ ഞാൻ പോയി പ്രാർത്ഥിച്ചത്. എന്തൊരു ദീർഘകൃഷ്ണുള്ള അച്ഛൻ, എന്തൊരു അനുസരണുള്ള മകൻ. ചേട്ടാ, ഈ SLC ജയിച്ചുകൊണ്ട് ഇപ്പം എന്താ നേട്ടം? SLC ജയിച്ചവന്മാര് ചവറ് പോലെ നാട്ടിൽ കിടക്കുക. അതല്ല കാര്യം. എന്റെ അളിയൻ ചക്ക അബുദാബിയിലുണ്ടേ. അവൻ പറഞ്ഞ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാന്ന്. പക്ഷെ SLC പാസ്സാവണം, ഞാൻ എന്താ ചെയ്യാ? ചേട്ടാ, ഇപ്പൊ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കാണും. നമുക്ക് അക്ഷയ സെന്ററിൽ പോയി നോക്കാം. കൈയും കാലും വർക്കുണ്ട്. ടെൻഷൻ അടിക്കണ്ട, പോയി നോക്കാവാ. വന്ന് പറയട്ടെ. നീ ഞങ്ങൾ അക്ഷയ സെന്ററിലേക്ക് പോവാണ്. ജയിച്ച പൊട്ടിക്കാളെ പടക്കാട്ട് ഞാൻ വരാം. ജയിക്കും ചേട്ടാ, പോയിട്ട് വാ, ഞാൻ പായസം ഉണ്ടാക്കി വെക്കാം. ഓ, ചേട്ടന് അത്രയും കോൺഫിഡൻസ് ഉണ്ട് ജയിക്കുന്നത്? നന്നായിട്ട് എഴുതിയിട്ട് പിന്നെ എന്താണ് ജയിക്കാണ്ട്? പോവാ നമുക്ക്. മോനെ, ഇത്തവണ നിന്റെ അച്ഛൻ SLC പാസ്സാവടാ. നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ട് വലിയ ശല്യാണ്. നേരം വെളിച്ചായ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് KSEBിയിൽ. ഒരു സ്വൈരം ഇല്ല കേട്ടോ. ഫ്യൂസ് കെട്ടാനാണെങ്കിലേ ഫ്യൂസ് പോയി സാറേ, ഫ്യൂസ് പോയി. ഫ്യൂസ് കെട്ടാൻ അറിയില്ല ആളുകൾക്ക്. എന്തിനാണ് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഭൂമിക്ക് ഭാരമായിട്ട്? ഞങ്ങളെ കൊണ്ട് സ്വയം ചെയ്യിക്കാൻ സമ്മതിക്കുമോ? എന്താ സമ്മതിച്ചാൽ? ഓ, നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ, നിൻ്റെയൊക്കെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണം ഞങ്ങളെപ്പോലുള്ള KSEBക്കാർക്ക് ജീവിച്ചു പോകാൻ. പിന്നെ ഈ ജോലി കഴിയുമ്പോൾ നീ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും, അതെനിക്കറിയാം. അത് നമ്മൾ തമ്മിലുള്ള ഒരു വശം കേട്ടോ. അത് ഞാൻ വായിക്കും ചെയ്യും, അത് വേറെ കാര്യം. ഹലോ, എപ്പോ? പറ്റിച്ചു. എന്തേട്ടാ, എന്ത് പറ്റി? എടോ, എന്റെ മോ SSLC പാസ്സായി. അവന് എല്ലാ വിഷയത്തിനും A+ ഉണ്ടെന്ന്. അതിനെന്തിനാ ദുഃഖിക്കുന്നത്? അത് സന്തോഷിക്കല്ലേ വേണ്ടേ? നല്ല പാട്ടിന് പോണം. അക്ഷയ സെന്ററിനാ വിളിച്ചത്. ഈ ജയിച്ച വിവരം അറിഞ്ഞിട്ടാവും വല്ല കടുക്കുകയും ചെയ്യുമെന്തോ. വട്ടേ ഇവിടുത്തെ ഫീസ് കെട്ടി പോടെ ആണെങ്കിൽ ഇയാൾ കെട്ടി പിന്നെ എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് എഴുതിയ ആളാണ് ഞാൻ. എന്നിട്ട് നാലെണ്ണത്തിന് പൊട്ടി. കടൽ കിടക്കാളെന്റെ മോഹാണ് പോയത്. SSLC തോറ്റെന്ന് വെച്ചിട്ട് കടലടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പഠിപ്പും വരില്ലാത്ത എത്ര പേരെ കടലിറങ്ങി ലക്ഷദ്വീപിലൊക്കെ പോകുന്നത്. ഞാനും ജയിച്ചു. നീ ജയിച്ചത് എനിക്കെന്താണ്? ഞാൻ നിന്റെ താത്തയാണ്. ഈ തെണ്ടികളൊക്കെ എങ്ങനെയാണ് ജയിക്കുന്നത്? നെറ്റിന്റെ വല്ല കുഴപ്പമാണോ? എനിക്കറിയില്ല. അവര് നോക്കി തെറ്റിയിട്ടാണാവോ?
കേട്ടതല്ലേ പൊട്ടിയത് കേട്ടതല്ലോ അനുഭവത്തിൽ വന്നു. ഞാൻ പിന്നെയും തോറ്റു. 1000 ഉറുപ്പ്യൻ്റെ പടക്കം വാങ്ങിയിട്ടാണ് ഞാൻ റിസൾട്ട് നോക്കാൻ വന്നത്. ഞാൻ ജയിക്കുന്ന ഉറപ്പ് പറഞ്ഞ കാരണം ട്യൂട്ടോറിയൽ തെണ്ടികൾ എല്ലാം പൊട്ടിക്കുകയും ചെയ്തു. അവസാനം നെറ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പൊട്ടിയത് ഞാനാവും. അത് സാരില്ല ചേട്ടാ, 1000 രൂപയുടെ പടക്കമല്ലേ, അത് പോയിക്കോട്ടെ. പടക്കം പൊട്ടിയല്ലേ നായ, ഞാൻ പൊട്ടിയല്ലേ ഞാൻ കരയണത്. എവിടെന്നാ വരുന്നത് സാധനം? 3 മാസം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞ് വരുമ്പോ ഞാൻ അതിന് എന്ത് മറുപടി പറയൂ? എങ്ങനെ ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുക? അതിനെ അച്ഛൻ തോറ്റുപോയി. സാരില്ല ചേട്ടാ, കുഞ്ഞിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നമുക്ക് കൂലിപ്പണി എടുത്തിട്ടാണ് ജീവിക്കാം ചേട്ടാ. കൂലിപ്പണി നിന്റെ അച്ഛൻ ചെയ്യും. അബുദാബിയിൽ പോകാൻ നിൽക്കണ എന്നോടാണ് കൂലിപ്പണി ചെയ്യാൻ പറഞ്ഞത്. ശീതളേട്ടാ, എല്ലാം ക്ഷമയോടെ സഹിക്കണം. എന്നെ കണ്ടില്ലേ? അപ്പൊ നീയും പൊട്ടിയാ? പൊട്ടിയിരുന്നെങ്കിൽ പടക്കത്തിന്റെ കാശ് ഞാൻ ചേട്ടന് കൊടുത്തേനെ. ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ട് പോലും എനിക്ക് ഫുൾ A+. ഏത് തെണ്ടികളെ A+ ഉണ്ടാക്കിയത്? സാറില്ല ഏട്ടാ, സാറില്ല. അച്ഛനോട് ഞാൻ എന്ത് സമാധാനം പറയും? സാരല്ലടാ. സാരമില്ല, പോട്ടെ. ഗ്യാസ് ഇവിടെ പോസ്റ്റ് കയറാനും പാടൊരു യോഗം. അച്ഛൻ്റെ മോഹം പൊലിഞ്ഞു പോയെന്ന് വിചാരിക്കാം. എന്നാലും നീ ബുദ്ധിമോശമൊന്നും കാണിക്കരുത് കേട്ടോ. എന്ത്? അല്ല, സാധാരണ പിള്ളേരെ പോലെ ഒളിച്ചോടി പോവുക, ആത്മഹത്യ ആഗ്രഹമൊന്നും ചെയ്യരുത് പറയാ. അയ്യേ, ഞാൻ ചെയ്യൂല. ഒരു കാര്യം ചോദിക്കാനാണ്. എന്താണ്? ഒന്ന് തോന്നരുത്. ചോദിച്ചോളേ. ചില ആശുപത്രിയിൽ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തില്ലേ? ആ, അതേപോലെ ഇവന്റെ റിസൾട്ട് എനിക്കും എൻ്റെ റിസൾട്ട് അവനും കൊടുക്കാൻ പറ്റുമോ? അല്ലേ ചോദിക്കാം. നീ എന്താണ് പൊട്ടനാണ്? വേണ്ട, എനിക്ക് വേണ്ട. SLC തോറ്റവര് പിന്നെ പൊട്ടനല്ലാണ്ട് പിന്നെ ആരാണ്? നീണ്ടായ പായസം ഒന്നും എനിക്ക് വേണ്ട. ആർക്കെങ്കിലും കൊടുത്തോ? സംശയമുള്ളതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കില്ല ചേട്ടാ. അവിടുന്ന് ഇറക്കാണ്.